ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 81 സുഭദ്രാഹരണം കാളിന്ദീ പരിണയം നരകാസുരവധം. ശ്ലോകം 7. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുതപതത് സചക്രേ ചക്രേണ പ്രതലിതശിരാമം ക്ഷുഭവതാ ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാന സമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണ നരകം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാത് ഉദപതത് സചക്രേ ചക്രേണ പ്രതലിത ശിരാമംക്ഷു ഭവതാ ചതുർദന്തൈർ ദന്താവളപതിഭിർ ഇന്ധാന സമരം രഥാംഗേന ഛിത്വാ നരകം അകരോസ്തീർണ നരകം. അർത്ഥം: പഞ്ചാസ്യ 5 മുഖമുള്ള മുരാസുരൻ ജലധിവനമധ്യാത് കടലാകുന്ന വനത്തിൻ്റെ നടുവിൽ നിന്ന് ത്വാം അവിടുത്തെ നേർക്ക് ഉദപതത് ഉയർന്ന് ചാടി വന്നു. സ ആ അസുരൻ ഭവതാ അങ്ങയാൽ മംക്ഷു വേഗം ചക്രേണ ചക്രായുധം കൊണ്ട് പ്രതലിത ശിര പിളർക്കപ്പെട്ട ശിരസോടു കൂടിയവനാക്കി ചക്രേ ചെയ്തു. ചതുർദന്തൈ 4 കൊമ്പുകളോടു കൂടിയ ദന്താവളപതിഭി ഗജവീരന്മാരാൽ ഇന്ധാന സമരെ ഭയങ്കരമായ യുദ്ധം നടന്നപ്പോൾ നരകം നരകാസുരനെ രഥാംഗേന ചക്രത്താൽ ഛിത്വാ തല കൊയ്തു തീർണ നരകം നരകം കടന്നവനാക്കി അകരോ തീർത്തു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നു നോക്കാം. മുരസ്ത്വാം പഞ്ചാസ്യോ എന്നുള്ള ച എന്നാണ്. പഞ്ചാസ്യോ ജലധിവനമധ്യാത് ഉദപതത് ജലധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ മധ്യാത് എന്നുള്ളതിൻ്റെ ധ്യാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ ചക്രേ ചക്രേണ പ്രതലിത ശിരാ മംക്ഷു ഭവത മംക്ഷു ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ചതുർദന്തൈർ ദന്താവളപതിഭിർ ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഇന്ധാന സമരം ഇന്ധാന നാഥ എന്നാണ്, നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രഥാംഗേന രഥ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഛിത്വാ ഛി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നരകം അകരോസ്തീർണ നരകം. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുതപതത് സചക്രേ ചക്രേണ പ്രതലിത ശിരാമംക്ഷു ഭവതാ ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാന സമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണ നരകം. അടുത്തത് 8ാമത്തെ ശ്ലോകം. സ്തുതോ ഭൂമ്യാ രാജ്യം സപദി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഖൈഥനാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സ്തുതോ ഭൂമ്യ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഖയിഥ നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗത മനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശീം ച വിപുലം. അർത്ഥം: സപതി വേഗം, ഭൂമ്യ നരകാസുരൻ്റെ മാതാവായ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ടവനായ രാജ്യം രാജ്യവും ഏകം ഒരു
ഗജം ച ആനയെയും അസ്യ ഈ നരകാസുരൻ്റെ തനയെ പുത്രനായിക്കൊണ്ട് ഭഗദത്തെ പുത്രനായ ഭഗദത്തനായിക്കൊണ്ട് ദത്വ കൊടുത്തിട്ട് പുനഃ അനന്തരം നാഗാൻ ആനകളെയും ഖലേന ദുഷ്ടനായ നരകാസുരനാൽ ആബദ്ധാനാം ബന്ധിക്കപ്പെട്ടവനും സ്വഗത മനസാം തന്നിൽ രാഗമുള്ളവരുമായ സ്ത്രീണാം സ്ത്രീകളുടെ ഷോഡശസഹസ്രാണി അപി 16,000 വിപുലം അത്യധികമായ ധനരാശിയും ധനസഞ്ചയവും നിജപുരിയും തൻ്റെ ദ്വാരകാപുരിയിലേക്ക് പ്രജിഖയിഥ കൊണ്ടുപോയി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ്തുതോ ഭൂമ്യ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രാജ്യം, സപതി, ഭഗദത്തേ അസ്യ ചേർത്തിട്ട് ഭഗദത്തേസ്യ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തനയേ, ഗജം, ച ഏകം ചൈകം, ദത്വ പ്രജിഖയിഥ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ധ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നാഗാൻ നിജപുരീം ഖലേന ആബദ്ധാനാം ചേർത്തിട്ട് ഖലേനാബദ്ധാനാം, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ധ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ്വഗത മനസാം നീട്ടിയിട്ട് മുറുക്കം ഷോഡശ ഡ എന്നാണ്. ഷോഡശ പുനഃ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സഹസ്രാണി എന്നുള്ളതിന് ഒരു സാമതി ചേർത്ത് ചൊല്ലുമ്പോൾ പുനഃസഹസ്രാണി. സ്ത്രീണാം അപി ചേർത്തിട്ട് സ്ത്രീണാമപി ച ധനരാശിയും, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ച വിപുലം. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഖയിഥ നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃസഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.